കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയുടെ നവീകരണം നടക്കുന്ന കെട്ടിടത്തിലെ ഫയലുകൾ, ഫർണിച്ചറുകൾ, ഉപകരണങ്ങൾ എന്നിവ മറ്റൊരിടത്തേക്ക് മാറ്റുന്ന പ്രവർത്തനത്തിൽ പങ്കാളികളായ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ്. പുതിയ കെട്ടിടം പ്രവർത്തന സജ്ജമാക്കുന്നതിൻ്റെ കൂടി ഭാഗമായി ഈ കെട്ടിടത്തിലേക്ക് ഉൾപ്പെടെയാണ് ഇവ മാറ്റിയത്. കൂത്തുപറമ്പ് ബ്ലോക്ക് കമ്മിറ്റി കീഴിലെ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാരാണ് സന്നദ്ധ പ്രവർത്തനം നടത്തിയത്. ആശുപത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ ഷീറ്റ് മാറ്റുന്നതുൾപ്പെടെയുള്ള നവീകരണം നടക്കാനിരിക്കുകയാണ്. നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരണം നടത്തുക. ഇതിന്റെ ഭാഗമായാണ് നവീകരണം നടക്കുന്ന ഭാഗത്തുള്ള മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയിലെ ഫയലുകൾ, ഫർണിച്ചറുകൾ എന്നിവ പുതിയ കെട്ടിടത്തിലേക്കും PP യൂണിറ്റിലെ ഫയലുകൾ, ഫർണിച്ചറുകൾ, ഉപകരണങ്ങൾ എന്നിവ നിലവിലെ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലേക്കും മാറ്റിയത്. 40ഓളം യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാരാണ് ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായത്. പഴയ കെട്ടിടത്തിൽ ഒരു ഭാഗത്ത് കൂത്തുപറമ്പ് നഗരസഭയുടെ പ്രൊജക്റ്റ് ഫണ്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന നവീകരണ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റേതായ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അവിടുത്തെ ഈ ഉപകരണങ്ങൾ ഉൾപ്പെടെ മരുന്നുകളും വാക്സിൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെ പുതിയ ബിൽഡിങ്ങിലേക്കും മറ്റും ഷിഫ്റ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത്. കൂത്തുപറമ്പ് ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലുള്ള 40ഓളം വരുന്ന യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങളാണ് യൂത്ത് ബ്രിഗേഡിൻ്റെ വളണ്ടിയർമാർ ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം ഈ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തിയത്. പ്രളയകാലത്തും കോവിഡ് കാലത്തുമെല്ലാം ഇത്തരത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ യൂത്ത് ബ്രിഗേഡിൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുക്കുന്ന നിലയുണ്ടായി. അതിലൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അഭിമാനപൂർവ്വം ഈ പരിപാടി കൂടി ഏറ്റെടുത്തിട്ടുള്ളത്. ഡിവൈഎഫ്ഐ കൂത്തുപറമ്പ് ബ്ലോക്ക് സെക്രട്ടറി വി ഷിജിത്ത്, പ്രസിഡന്റ് ടി മിഥുൻ, ജില്ലാ കമ്മിറ്റി അംഗം കെ ഷിബിന, AP ശ്യാംജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.